ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡൽഹി സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. റെഡ് ഫോർട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. രാജ്ഘട്ടിൽ നിന്ന് നേരെ റെഡ് ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതാണ് രാജ്ഘട്ടിൻ്റെ എൻട്രി ഗേറ്റ്. നമ്മളിപ്പോൾ അതുപോലെ ഗുരുവേന്ദ്രഭായിയുടെ കൂടെയാണ് യാത്ര. ഗുരുവേന്ദ്രഭായി ഒരു 2300 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഡൽഹി കണക്കി കാണിച്ചു തരും. ഒരാളല്ല, ഈ വണ്ടിയിൽ 4 ആൾ പോകും. 4 ആൾക്കും കൂടിയുള്ള ചാർജാണ് അത് കേട്ടോ. അത് വിശദമായി പറഞ്ഞുതരാം. റെഡ് ഫോർട്ടിലെത്തി 35 രൂപയാണ് ടിക്കറ്റ്. അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ് ഞാൻ. പിന്നെ മ്യൂസിയം കൂടി കാണണമെങ്കിൽ ഒരു 30 രൂപ കൂടി വരും കേട്ടോ. GoPro, yeah. You are from where? From Japan. Japan, okay. I am from India only, but I am staying outside. I'm GoPro. Which one? 11, same. 11, my also 11. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച 2 ചേച്ചിമാരാണ്. ജപ്പാൻകാരാണ് ഇവർ. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്തിട്ട് പോവുകയാണ്. കുറച്ചൊരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. വെയിലായതുകൊണ്ടും ഇതാവും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ഈ ഓട്ടോ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു 30 രൂപ ചാർജ് വരും. പിന്നെ മ്യൂസിയത്തിന് നിങ്ങൾ അഡീഷണൽ ഒരു 30 രൂപയും കൂടി വരും. അപ്പോൾ മ്യൂസിയം കൂടി കാണണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് ടിക്കറ്റ് എടുക്കുക. നമ്മളപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ അകത്ത് കയറുകയാണ്. ഇവിടെ ചെറിയൊരു ഗണപതിയിലേക്ക് പ്രതിഷ്ഠ കാണാനുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ്. അകത്ത് കയറുമ്പോൾ ആദ്യം തന്നെ എത്തുന്നത് നമ്മൾ ലാഹോറി ഗേറ്റ് എന്നുള്ള ഈ മെയിൻ ഗേറ്റിലേക്കാണ്. പിന്നെ ദില്ലി ഗേറ്റ് എന്ന് പറഞ്ഞ വേറൊരു ഗേറ്റ് കൂടിയുണ്ട്. 2 ഗേറ്റാണ് ഈ ഒരു കോട്ടയ്ക്കുള്ളത്. ഇത് യുനെസ്കോൻ്റെ പട്ടികയിലുള്ള ഒരു മോനുമെൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കയറി വരുമ്പോൾ കാണുന്നത് ഈ ചത്ത ചൗക്ക് എന്നുള്ള ഈ ഒരു മാർക്കറ്റാണ്. ഇത് ഷാജഹാൻ ചക്രവർത്തി ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് നല്ല വിശാലമായി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പലതരം പെർഫ്യൂമുകൾ, ഡ്രസ്സുകൾ, അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെ പണ്ട് വിറ്റിരുന്നു. ഇന്നും അതുപോലെയൊക്കെ തന്നെ സ്ത്രീകളുടെ ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. എന്തായാലും ഇത് മേൽക്കൂരയുള്ള ഒരു മാർക്കറ്റ് എന്നുള്ളതുകൊണ്ടാണ് ഇതിന് ചത്ത ചൗക്ക് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നല്ല വിശാലമായ മാർക്കറ്റാണ്. മേലെയൊക്കെ നല്ല കുത്തുപണികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, നല്ല ഒരു അന്നത്തെ ഒരു ആർക്കിടെക്റ്റാണ്. മുഗൾ ആ ഒരു രീതിയിലുള്ള ആർക്കിടെക്ചറാണ് ഇവിടെ കാണാനുള്ളത്. 2 കിലോമീറ്ററോളം ഈ കോട്ടയ്ക്ക് തന്നെ വിസ്തീർണ്ണമുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നതാണ് ഈ ഒരു ഗാർഡനും പിന്നെ നൗബത്ത് ഖാന എന്നുള്ള ആ വെള്ള ബിൽഡിങ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയി കാണാം. അത്യാവശ്യം ചൂടുണ്ട്, എന്നാലും ഞാൻ നടന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. ഈ കാണുന്നത് ബ്രിട്ടീഷുകാർ പണിഞ്ഞിട്ടുള്ള ബാരക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നൗബത്ത് ഖാന. നൗബത്ത് ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മ്യൂസീഷ്യൻസ്, അങ്ങനെയുള്ള പാട്ടുകാർ, കച്ചേരിക്കാർ, അവരൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇത് നല്ലൊരു വെള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് കാണുന്നത്. എന്തായാലും അകത്ത് കയറി നോക്കാം. ഇവിടെ ഒരുപാട് വാദ്യോപകരണങ്ങളും കച്ചേരികളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ആ പഴമയുടെ പഴക്കം അങ്ങനെയുണ്ട്. എന്നാലും ഷാജഹാൻ ചക്രവർത്തി എല്ലാ സാധനങ്ങളും നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഫിനിഷിങ്ങിലാണല്ലോ ആൾ നിർമ്മിക്കുക. അപ്പോൾ ആ ഒരു ഫിനിഷിങ് ഇവിടെ നമുക്ക് എല്ലാ ബിൽഡിങ്ങിലും കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള ബിൽഡിങ്സാണ്. ഒരു 2 മണിക്കൂറോളം വേണ്ടി വരും കേട്ടോ നമുക്ക് റെഡ് ഫോർട്ട് മാത്രം കാണാൻ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ മ്യൂസിയം കാണാൻ 1 മണിക്കൂർ. അതൊക്കെ കണക്കാക്കിയിട്ട് വേണം നമ്മളിവിടെ വരുമ്പോൾ പ്ലാൻ ചെയ്തിട്ട് വരാൻ. പിന്നെ ചൂട് കുറവുള്ള സമയത്ത് വരിക. ഞാനിപ്പോൾ അത്യാവശ്യം ചൂടുള്ള സമയത്താണ് വന്നിരിക്കുന്നത്. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വരുമ്പോൾ ഒരിക്കലും മിസ്സാക്കാതെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ റെഡ് ഫോർട്ട് എന്തായാലും വന്ന് ഒരിക്കലും കാണണം. കണ്ടാലാണ് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ അറിയാം. ഇനി നമ്മൾ പോകുന്നത് ദിവാൻ ഇ ആം എന്നുള്ള ഒരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാജാവ് പ്രജകളെ സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ അവർ വന്നിരുന്ന് ചർച്ച ചെയ്തിരുന്ന ഒരു ഭാഗമാണിത്. ഇതിൽ നല്ല രീതിയിലാണ് ഇത് ചുവപ്പ് നിറത്തിൽ തന്നെയാണ് പണിഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് പൊതുകാര്യങ്ങളും പൊതുജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ രാജാവ് കേട്ടിരുന്നത്. ആ കാണുന്ന നടുക്കിൽ നിങ്ങൾക്ക് വെള്ള നിറത്തിലൊരു ഇത് കാണാം. ഞാൻ കാണിച്ചു തരാം, കുറച്ചുകൂടി മുന്നോട്ട് നടക്കട്ടെ. അത് കണ്ടോ, ആ നടുക്കിൽ കാണുന്ന വെള്ള പീഠത്തിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് രാജാവ് സംവദിച്ചിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ താഴെ മന്ത്രി ഇരിക്കും, പ്രധാനമന്ത്രി താഴെ ഇരിക്കും. ആൾ ആ ഗ്ലാസ് കൂട്ടൊക്കെ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് രാജാവ് നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തല്ല, പ്രജകളുടെ അടുത്ത് കേട്ടോ. അപ്പോൾ അതിനുള്ളതാണ് ഈ ഒരു ബിൽഡിങ്. ഇനി ഞാൻ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അത്യാവശ്യം വിശാലമായി നടക്കാനുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു എൻഡ് ഫുള്ള് നടന്ന് തീർത്ത് ഫുള്ള് കണ്ടിട്ടേ പോകും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, എന്നാലും വേണ്ടില്ല,
ഫുള്ള് കണ്ടിട്ട് തന്നെ കാര്യം, എന്തായാലും വന്നതല്ലേ. ഇതാണ് കാസ് മഹൽ. ഇതൊരു പ്രൈവറ്റ് പാലസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ ഒരു തുരങ്കം പോലെ ഉണ്ട്. അന്ന് പഴയ കാലത്ത് ഇവർ അധികാരം പിടിക്കാനും പിന്നെ ഇവിടുന്ന് പല ആവശ്യങ്ങൾക്കും ഇതിലൂടെ രക്ഷപ്പെട്ടതായിട്ടും കഥകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി നോക്കിയാൽ മനസ്സിലാവും. ഇനി നമുക്ക് ഈ ഒരു ബിൽഡിങ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇത് അത്യാവശ്യം ഒരു തരം വെണ്ണക്കല്ല് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്, വൈറ്റ് മാർബിൾ. ഇത് വിശാലമായ ഒരു ബിൽഡിങ് തന്നെയാണ്. ഇത് ദിവാനി കാസ്. ഇത് ഇവിടുത്തെ പ്രമുഖരായ ആൾക്കാരും അവരൊക്കെ വരുമ്പോൾ രാജാവ് അവരെ കണ്ടിരുന്നതും അങ്ങനെയുള്ളൊരു ഏരിയയാണിത്, ദിവാനി കാസ്. ഇതിലൊക്കെ അത്യാവശ്യം ചളിയൊക്കെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്, പക്ഷേ അന്നത്തെ ആ പ്രൗഢി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇത് സഫർ മഹൽ എന്നുള്ള ഒരു ബിൽഡിങ്ങാണ്. ഇത് ഏകദേശം ആ ഒരു ഷാജഹാൻ്റെയൊക്കെ കാലഘട്ടത്തിന് ശേഷം പണിഞ്ഞതാണ്. സഫർ എന്നുള്ളൊരു ചക്രവർത്തി കൂടി ഉണ്ടായിരുന്നു, അവരുടെ കാലഘട്ടത്തിൽ പണിഞ്ഞ സഫർ മഹലാണിത്. അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ട് നടക്കാം. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ പള്ളിയാണ്, ഇതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ നേരെ മുന്നോട്ട് നടന്ന് കോട്ടയുടെ ഒരു അവസാനത്തേക്ക് എത്തി. ഇവിടെയൊക്കെ വിജനമായ ഏരിയയാണ്. നടന്നെത്തി. ഇവിടേക്കൊന്നും അധികം ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നൊക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ നടന്നു വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. നിങ്ങൾ വന്ന് ആസ്വദിച്ച് പോകേണ്ട ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു മോനുമെൻ്റാണിത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും അവരുടെ ഭരണവും ഉയർച്ചയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണവും അതിനുശേഷം നമ്മൾ സ്വാതന്ത്ര്യം നേടിയതും എല്ലാ കഥകളും റെഡ് ഫോർട്ടിന് നമ്മളോട് പറയാനുണ്ട്. ഓരോ ഇന്ത്യക്കാരനും വന്ന് കാണേണ്ട ഒരു ഭരണ സ്ഥിരാകേന്ദ്രം തന്നെയാണ് റെഡ് ഫോർട്ട്. ഇന്നും എല്ലാ പ്രധാനമന്ത്രിമാരും ഇവിടെയാണ് സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്തുന്നത്. അപ്പോൾ ഒരുപാട് കഥകൾ റെഡ് ഫോർട്ടിന് നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത വട്ടം വരുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് റെഡ് ഫോർട്ട്. അപ്പോൾ ഞാനിനി നേരെ ഭക്ഷണം കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു ബിരിയാണിയും ഒരു വെജ് താളിയും പറഞ്ഞിട്ടുണ്ട്. ആന്ധ്ര മെസ്സാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അഫോർഡബിൾ റേറ്റേ ഉള്ളൂ. എന്തായാലും കഴിച്ചിട്ട് ഇനി അടുത്ത യാത്രകൾ തുടരുകയാണ്. ഡൽഹിയിലെ അടുത്ത വിശേഷങ്ങൾ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റുകൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.